എങ്കിൽ നിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നിയിട്ടാവും ആദ്യ സിനിമയുടെ കാര്യം പറയാതിരുന്നത്. അതെ, ആദ്യ 2 ടിക്കറ്റും ബുക്ക് ചെയ്ത് നിന്നെയും കൂട്ടി സിനിമയ്ക്ക് പോകാൻ അമ്മയോട് പെർമിഷൻ വാങ്ങിയിട്ടാ അങ്ങോട്ട് വന്നത്. ഓഹോ, അവന്റെ വീട്ടിൽ വെച്ച് ഒരുത്തിയുടെ തല്ലുകൊണ്ടതിനുള്ള കൂലിയായിരിക്കും ഈ സിനിമ ഓഫർ. കൊള്ളാം മാരങ്ങോട്ടന്റെ ബുദ്ധി. നിന്നെ ആ പെണ്ണ് തല്ലിയതിന് ആദ്യം എന്ത് ചെയ്യാനാ? അവൻ നിന്റെ വിഷമം തീർക്കാൻ വന്നതാണോ ഇത്ര വലിയ കുറ്റമായി പോയത്? അവനൊരു സിനിമ കാണിച്ചെന്നാ എന്റെ വിഷമം തീരുന്നാണോ അമ്മയെ വിചാരിച്ചിരിക്കുന്നത്? അവൻ എന്തായാലും എന്നെ സിനിമ കാണാൻ ക്ഷണിക്കാതിരുന്ന നന്നായി. ക്ഷണിച്ചിരുന്നെങ്കിൽ എന്റെ വായിരിക്കുന്നൊക്കെ അവൻ കേട്ടേനെ. നീ എന്തിനാടി തുളസി അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ആദ്യക്ക് എന്ത് ചെയ്യുന്നതിലും പരിമിതികളില്ലേ? അതുകൊണ്ടല്ലേ അവന് പലതിലും പ്രതികരിക്കാൻ പറ്റാത്തത്? ആണല്ലോ, പരിമിതികൾ ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. അങ്ങനെയുള്ളവര് വീട്ടിൽ അടങ്ങിയിരിക്കണം. സിനിമ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ കൂടെ സിനിമയ്ക്ക് പോയി നിങ്ങാനും ദുർഗാമ്മ അറിഞ്ഞ ആ തിയേറ്ററിൽ കയറി വന്ന് അവരെന്നെ തല്ലും. അപ്പോഴും ഈ മകൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ. അങ്ങനെ ഒരുത്തിനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ കൂടെ പോവും? നടക്കില്ല അമ്മ, അവനായിട്ടുള്ള ഒരു ഇടപാടും നടക്കില്ല. ആ കേസ് അങ്ങ് വിട്ടേക്ക്, അതാ എല്ലാവർക്കും നല്ലത്. ചേട്ടാ, ആദി, സുലു തലവേദന എടുത്ത് കിടക്ക. നീ ആതിരെ പോയി ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വാ. ആ കുട്ടി ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ അത് വരില്ല. പിന്നെ നീ അവളെ ഫോണിൽ വിളിച്ച് വരാൻ പറ ദുർഗ. അല്ലാതെ ഇവൻ പോയി അവളെ വിളിച്ചോണ്ട് വരുന്ന കാര്യമൊന്നുമില്ല. ഇതെന്താ ഹോട്ടലോ? ഫോണിൽ വിളിച്ച് ഫുഡ് കഴിക്കാറായോ എന്ന് ചോദിക്കാൻ. വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ ആഹാരം കഴിക്കാൻ വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ മകന്റെ മാനമൊന്നും ഇടിഞ്ഞു പോവില്ല. സാധാരണ അച്ഛന്മാരെ മക്കളെ അനുസരണ പഠിപ്പിക്കാനാ നോക്കുന്നത്. ഇവിടെ ഒരാള് അനുസരണയുള്ള മോനെ അനുസരണക്കേട് പഠിപ്പിക്കുക. ഞാൻ എന്ത് പഠിപ്പിച്ചാലും അതെന്റെ മകനെയാ. നീ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിനെയാ ഇവിടെ പിടിച്ചു നിർത്തി വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. വേണ്ടാത്ത ശീലവും അല്ലാതെ പിന്നെ ഒരു വീട്ടിൽ വന്ന് അവരുടെ ഔദാര്യത്തിൽ താമസിക്കുമ്പോ ആ വീട്ടിലെ സമയത്തിന് വന്ന ആഹാരം കഴിക്കാനുള്ള മര്യാദ ആ കുട്ടി കാണിക്കണം. ഇനി അതല്ലെങ്കിൽ അവൾക്ക് വിശക്കുമ്പോ വന്ന് കഴിക്കട്ടെ എന്ന് നീ വിചാരിക്കണം. അല്ലാതെ ഇത് ഒരുമാതിരി. നിങ്ങൾക്കങ്ങനെ തോന്നും. കാരണം ഔദാര്യത്തിൽ വന്ന് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി മൂക്കുമുട്ട തിന്നിട്ട് പോകുന്നവരെയല്ലേ നിങ്ങൾക്കറിയൂ. ആതിരെ ആ കൂട്ടത്തിൽ പെട്ടവളല്ല. അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ച് തിരിച്ചു വന്നവളാ. ആണോ? എന്നിട്ട് ആ അന്തസ്സിന്റെ കൊമ്പൊന്നും ഞാൻ അവൾക്ക് കണ്ടില്ലല്ലോ. ഞാൻ കണ്ടത് അവൾക്ക് പുറകിൽ അന്തസ്സില്ലാത്തൊരു വാല, മംഗളപ്പച്ചി എന്നുള്ളൊരു വാല്. അത് വേറെ ചിലർക്കും മുളച്ച് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. ആഹാരത്തിന് മുമ്പിൽ വെച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള എന്റെ ഭർത്താവുമായിട്ട് ഒരു തർക്കം വേണ്ടാന്ന് വെച്ചിട്ടാ. നിങ്ങൾ കഴിച്ചോ? ആതിരെ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം. വേണ്ടമ്മേ, ഞാൻ പോയി വിളിച്ചോളാം. നീ നിന്റെ അച്ഛനെ ധിക്കരിക്കുകയാണോ? അമ്മ പോയി അവളെ വിളിച്ചോണ്ട് വന്നാലും അച്ഛന് ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ ഞാൻ പോകുന്നതാ തമ്മിൽ ഭേദം. Yes, come in. Come in. ആരാ? അകത്തേക്ക് വരൂ. ആരാ അകത്തേക്ക് കയറി വരാൻ പറ്റാത്ത ആള്?
മാഡം ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, അതും കൊണ്ട് വന്നതാ. ഇവിടുന്ന് ആരും ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആദി, ആ നീയേ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? ആ, എന്താ ദുർഗ, ആരാത്? പ്രസാദേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോ? ആ, ഇല്ല, എന്ത് ഫുഡാന്ന് ചോദിച്ചു? ഇവിടുന്ന് ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്ത് ഫുഡാ? ഗുലാബ് ജാമുനാണ് മാഡം. അമ്പടി കേമി, അപ്പോഴത്തേക്ക് നീ ഇതിവിടെ എത്തിച്ചോ? ഓർഡർ ചെയ്തെന്ന് പറയണ്ടേ മാമ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ഇത് അഡ്രസ് മാറിയതാവും. ഏയ്, അഡ്രസ് മാറിയിട്ടൊന്നുമില്ല. ദൈവമംഗലം, ഹൗസ് നമ്പർ 103. അഡ്രസ് ശരിയല്ലേ? അഡ്രസ് ശരിയാ. ബുക്ക് ചെയ്ത ആളിന്റെ പേരില്ലേ? ഇല്ല, പക്ഷെ ഓൺലൈൻ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതാരാ പേര് പറയാതെ ഗുലാബ് ജാമുൻ ഓർഡർ ചെയ്തത്? ആ, പിന്നെ എന്തായാലും ഞാൻ ഗുലാബ് ജാം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നീ അത് വാങ്ങിച്ചോ ദുർഗ? വാങ്ങിച്ചോളൂ മാഡം, ബില്ല് പേ ചെയ്തല്ലേ. അങ്ങനെ ആരെങ്കിലും വാങ്ങിച്ചേക്കുന്ന ഫുഡൊന്നും ഇവിടെ വാങ്ങി വെക്കാൻ പറ്റില്ല. കൊണ്ടുപോയിക്കോ തിരിച്ച്. എന്റെ ആദി, നീ കൂടി നിന്റെ അമ്മയോടൊന്ന് പറയടോ. ആന്റി, അതെ ധൈര്യമായി വാങ്ങിച്ചോ ആന്റി. ഗുലാബ് ജാമുൻ ഞാൻ ഓർഡർ ചെയ്തതാ. എടി കള്ളി, നീ അതിനിടയ്ക്ക് ഒരു ഗോൾ അടിക്കുന്നു. യെസ് മോളെ, അതിരെ നീയോ? യെസ്, അതെ ആന്റി. അങ്കിളിന് ഗുലാബ് ജാമുൻ വളരെ ഇഷ്ടമാണെന്ന് മാമൂസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ആരോടും പറയാതിരുന്നത്. നീ കൊള്ളാലോ. എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് നീ തന്നെ എല്ലാവർക്കും കൊടുക്ക. ഓക്കേ. നിനക്ക് ഗുലാബ് ജാമുൻ അല്ല തരേണ്ടത്, മോന്തക്കിട്ട് 2 തൊഴിയാ. ഈ പ്രത്യേക സാഹചര്യത്തിൽ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നീ ഇതെടുത്തോ. താങ്ക് യു. കയറി പോ. താങ്ക്സ് ഇട്ടോ മോളെ. അവളെ ഈ രാത്രിയിൽ അയക്കണ്ടായിരുന്നു അല്ലേ ചേട്ടാ? ഇനി ഫുഡ് ഡെലിവറിയിലെ ഫ്രണ്ടിനെ കാണാൻ പറ്റാതെ അവളെങ്ങാനും അത് കൊണ്ടുപോയി കൊടുക്കുമെന്ന എന്റെ പേടി. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. അയ്യോ, എന്നിട്ടാണോ ജേട്ടൻ അവളെ വിട്ടത്? എന്റെ ജേട്ട തുളസി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതൊക്കെ തുളസി നോയിക്കോളും. അവളെ എന്റെയും നിന്റെ മകളല്ല, പ്രസയുടെയും കനകദുർഗയുടെയും മകളാ. ആ, കണ്ടില്ലേ തുള്ളിച്ചാടി വരുന്നത്? അല്ലടി, നീ തന്നെ കൊണ്ടുപോയി കൊടുത്തോ? ഏയ്, തുളസി പോയില്ല, ഓൺലൈൻ ഡെലിവറി ഗേൾ. എന്റെ ഈശ്വര, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റെന്നോ? നോക്കച്ചാ, അമ്മ ഞാൻ ജയിപ്പിക്കല്ലേ ചെയ്തേ. അതെ, അമ്മയുടെ അച്ഛന്റെയും വിജയം തന്നെയാ നീ. ഞങ്ങളെ ജയിപ്പിക്കുമ്പോ നീയും ജയിക്കണം. ജയിച്ച് ജയിച്ച് ഉയരങ്ങൾ കീഴടക്കണം ഞങ്ങളുടെ മോള്. അച്ഛന് തോന്നുന്നുണ്ടോ ആ ഗുലാബ് ജാമുൻ ഓർഡർ ചെയ്ത് ആതിരയാണെന്ന്? അവള് ചുമ്മാ തള്ളിയതാന്നേ. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ ഇഷ്ടം അവൾ എങ്ങനെ അറിയാനാ? അച്ഛൻ പറഞ്ഞ അവളോട് ഗുലാബ് ജാമുൻ വേണോന്ന്. ഏയ്, ആ, ഞാൻ അവളോട് പറയൂ? ആ, പിന്നെ പറയാതെ തന്നെ എന്റെ ഇഷ്ടങ്ങളും രുചികളൊക്കെ അറിയുന്ന കുറച്ചു പേര്. ഇപ്പൊ ആതിര വന്നതോടെ ആദിത്യനൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നീ ഒന്നുകൂടി ആഞ്ഞു പിടിച്ച ആദിത്യനെ വീഴ്ത്താം. യെസ്, വീഴ്ത്തണം. എന്നിട്ട് വേണം ആ കാട്ടു തുളസി വേരോടെ പറിച്ചറിയാൻ. ചേച്ചി ചേച്ചി, എന്തായി? അവനവിടെ ഇല്ല. ഇല്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നമ്മുടെ ആദ്യമോൻ അങ്ങോട്ട് കയറി പോകുന്നത്. ഇല്ലടി, അവനവിടെ ഇല്ല.
ആ തുളസിയുടെ ഏതൊരു കൂട്ടുകാരി മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ആരും അവിടെ ഇല്ല. ചേച്ചി ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ആദ്യത്തിന് എങ്ങനെയാ മായായി പോകുന്നേ? ആ വീട്ടിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതിനുള്ള ധൈര്യമൊന്നും പ്രിയക്കും തുളസിക്കുമില്ല. ദുർഗാന്റെ പോയപ്പോ എന്നെ കൂടി വിളിക്കായിരുന്നല്ലോ. ആ വീട് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്ത് തരുമായിരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഈ സുലുവാന്റെ പറയുന്ന കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ വീടിനകത്ത് തന്നെ ആദ്യമായിട്ട് അവർ ഒളിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടി പോയി അന്വേഷിച്ചാലോ? ഇന്നത്തോടെ നമുക്ക് ആദ്യേട്ടന്റെ എല്ലാ കള്ളത്തരങ്ങളും അവസാനിപ്പിക്കണം. ആദ്യേട്ടനെ തട്ടിക്കൊണ്ടു പോവാൻ തുളസിയും തുളസിയുടെ അമ്മയും കൂടി പ്ലാൻ ഇട്ടെന്ന് അങ്കിളിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം. അതൊന്നും നടക്കില്ല. പ്രസാദേട്ടന് അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ ആദ്യത്തിന് എവിടെ മുങ്ങിയെന്നാ? ബീഗം സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കേ ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് നിന്റെ സ്ഥിരം ഡ്രസ്സാക്കിയല്ലോ. എന്റെ ദൈവമേ, തലനാരടിക്കാൻ രക്ഷപ്പെട്ടത്. എടി അമ്മ പോയെന്ന് നീ ഒന്ന് നോക്ക്. കൊറേ നേരം എന്റെ അമ്മയോട് പ്രസംഗിച്ചത് നീയും കേട്ടതല്ലേ? കൊടുങ്കാറ്റ് വീശിപ്പോയ വഴി പോലെയാ ഇപ്പൊ ഈ വീട് മുറ്റമൊക്കെ. എന്തായാലും ഒരു ശാന്തത വന്നിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി. എനിക്ക് പേടിയാ. എടി അതല്ല, അമ്മ ചില്ലറക്കാരിയല്ല. വേണമെങ്കിലേ ആ മതിലിന്റെ പുറത്ത് ഒളിച്ചു നിൽപ്പുണ്ടോ? അറിയാടാ, അതല്ലേ ഇത്രയും നേരമായിട്ട് നിന്നെ റസിയ ബീഗത്തിൽ നിന്ന് മാറ്റാത്ത. എന്താ ഇത്? അമ്മ ചിരിച്ച ഇതിപ്പോ മരണവീടാകേണ്ടിയിരുന്നതാ. എന്തായാലും എന്റെ ബുദ്ധി രക്ഷിച്ചു. ഞാനൊന്ന് മാറ്റട്ടെ. വേണ്ടടാ, നിനക്ക് ഇഷ്ടാണെങ്കിലേ നീ ഇങ്ങനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെന്നോ. അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കുതിരക്കുട്ടിക്ക് ഒരു കൂട്ടാവും. അല്ല, അതിലെയാണ് കുതിര. അവള് കുതിരയല്ല, ഓവർ കഴുതിയ. പിന്നെ തുളസി കഴുതകളോട് ഏറ്റുമുട്ടാത്തതുകൊണ്ട് കുതിരയാക്കിയതാ. നീ വന്നിരിക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാവരുത്. തുളസിയെ ഒരു ശത്രുവായി കണ്ട് ഇവിടുത്തെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കരുത്. ഓ മൈ ഗോഡ്, എന്നെ ഒരു പ്രശ്നക്കാരിയായാണോ അങ്കിൾ കാണുന്നത്? നീ വന്നതിന് ശേഷം ദുർഗയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. തുളസിയും ദുർഗയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാ ഞാനും ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ റിലേറ്റീവ്സ് അങ്കിളും ആന്റിയും ആദ്യമായിട്ടാണെന്ന് ഞാൻ കരുതിയത്. നിങ്ങൾക്ക് നല്ലത് വരണമെന്നുള്ള ചിന്ത എനിക്കുള്ളൂ. എന്തായാലും നിന്റെ വരവ് അത്ര നല്ല ഫലമല്ല ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സുലു ഇല്ലാത്തപ്പോ ദുർഗയെ സഹായിക്കാൻ ഒരാള് എന്ന് പറഞ്ഞിട്ടാ മംഗളപ്പച്ചി നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. You mean servant? അങ്ങനെ ആണോന്ന് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? നിനക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, അങ്കിളിന്റെ മനസ്സിൽ ഇതാണെന്ന് ഇപ്പൊ എങ്കിലും പറഞ്ഞല്ലോ. താങ്ക്സ്. നിക്കേ, കൊണ്ടുപോയിക്കോ. അവർക്കിപ്പോ ഒരു പേടിയുള്ളൂ, തുളസിയും ആദ്യം തമ്മിൽ അടുക്കുമെന്ന്. അവർ കളിക്കൂട്ടുകാരില്ലേ? ചെറുപ്പത്തിലെ ഇഷ്ടവും ഇഷ്ടക്കേടും വളരുമ്പോ മനസ്സിന്റെ ബന്ധത്തിന് ശക്തി കൂട്ടും. തുളസിയുടെയും ആദിയുടെയും കാര്യത്തിൽ അവരുടെ കളിയും ചിരിയും പിണക്കവും ഇണക്കവും എല്ലാം അവരുടെ ഇഷ്ടത്തിന്റെ തീവ്രതയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിലാകെ പേടിയ ചെയ്യട്ടെ. എവിടേക്കാവും അവരുടെ ബന്ധം ചെന്നെത്തുക എന്നൊരു ടെൻഷൻ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നീ പേടിക്കാതിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രസയുണ്ടല്ലോ. എന്ത് കാര്യവും കൈകാര്യം ചെയ്തോളും. ഇപ്പോഴിങ്ങനെ ഒന്നിലും തൊടാതെ അറിയാതെ നിൽക്കുന്നു എന്നത് കാര്യമാക്കണ്ട.
ഒരു പ്രശ്നം വരട്ടെ, വളരെ കൃത്യമായ ഡിസിഷൻ കൃത്യസമയത്ത് പ്രസ എടുത്തിരിക്കും. അതിനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. തുളസിയെ പ്രസയ്ക്ക് ജീവന. അവള് വിട്ടുകളയാൻ ഒരിക്കലും തയ്യാറാവില്ല. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട പ്രസാദേട്ടാ. ഇത് കുറച്ച് അർജന്റ് ഫയൽസാ ദുർഗ. ഇതെന്താ പഴയ പോലീസുകാരുടെ നോട്ടം? പഴയതായാലും പുതിയതായാലും കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള നോട്ടം ഒരുപോലെയാ. അച്ഛാ, ഇത് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എന്താടാ? അച്ഛൻ എന്നെ വിശ്വാസമുണ്ടോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റൂടാ? ഞാൻ നിന്റെ അച്ഛനും നീ എന്റെ മകനും അല്ലേ? അപ്പൊ പിന്നെ പരസ്പരം വിശ്വസിച്ചല്ലേ പറ്റൂ. എന്നാ ഇത് അമ്മമാർക്ക് ബാധകമല്ലേ? ബാധകമല്ല. നീ വളഞ്ഞു മൂക്കി പിടിക്കണ്ട. എന്താ നിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്നാ പറ, എന്തിനു വേണ്ടിയായിരുന്നു ആ ഷോ? നിങ്ങൾക്ക് അമ്മയ്ക്കും മോനും ഇത് മനസ്സിലായി. എന്നാ ഇത് എന്താ സംഭവം എനിക്കറിയണ്ടേ? പറ, എന്താ കാര്യം? അതച്ഛൻ ഞാൻ പറയാം. ഈ അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. ഞാനൊന്നുമില്ലെങ്കിലും അമ്മയുടെ മോനല്ലേ? എടാ നീ കാര്യം എന്താന്ന് പറ. അമ്മ ഇന്ന് തുളസിയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. പോയതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പോയ കാരണം കുറച്ച് നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ തുളസിയുടെ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ് അമ്മ അവരുടെ വീടിനകത്ത് കയറി സെർച്ച് ചെയ്തു വെച്ചാ. വീടിനകത്ത് കയറി അന്വേഷിച്ചു. അതിലെന്താ ഇത്ര തെറ്റ്? എന്റെ മോൻ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാ ഞാൻ അവിടെ അന്വേഷിച്ച് ചെന്നിരിക്കും. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇത് അമ്മയുടെ ഭാഗം. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്ക്. അമ്മ അന്വേഷിച്ചത് അമ്മയുടെ മകനെ. പക്ഷേ അവരമ്മയുടെ മകനെ അവിടെ ഒളിപ്പിച്ചു എന്നല്ല അതിനർത്ഥം. അവരുടെ അർത്ഥവും അനർത്ഥവും ഒന്നും എനിക്കറിയണ്ട. ഇങ്ങനെ പറയരുതമ്മേ. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരെത്ര താഴ്ന്നവരായാലും ശരി, അവർക്ക് അഭിമാനം എന്നുണ്ട്. അതിന് മുറിവേറ്റാലേ അവർക്കത് സഹിക്കില്ല. അവരുടെ അഭിമാനത്തിനേറ്റ മുറിവാ നിനക്കിപ്പോ പ്രശ്നം അല്ലേ? അല്ല, എന്റെ അഭിമാനത്തെ അവർ ചോദ്യം ചെയ്തു. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇത്ര വിശ്വാസം ഇല്ലെന്ന് അവരെന്നോട് ചോദിച്ചപ്പോ ഞാൻ ആകെ നാണം കെട്ടുപോയി. അമ്മ എന്ത് പറഞ്ഞാലും ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോയി. നീ എന്തിനാ ദുർഗ ഇവനെ അന്വേഷിച്ച് അവിടെ ചെന്നത്? മോശമായി പോയി. പ്രസാദേട്ടനൊന്ന് നിർത്ത്. നിനക്ക് അവള് പറയുന്നതാ വലുതല്ലേ? ഞാൻ ചെയ്യുന്നതേ ശരിയോ തെറ്റോ എന്ന് നീ വിലയിരുത്തിക്കോ. എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതാ തുളസി പറഞ്ഞതുകൊണ്ടായിരിക്കരുത്. അവൾ ഒരു പെണ്ണല്ലേ അമ്മേ? അവളുടെ മുറിയിലേക്ക് എന്നെ തെരഞ്ഞു കയറി ചെല്ലാന്ന് വെച്ചാ അത് ശരിയാണോ? ശരിയും തെറ്റുമൊക്കെ നിനക്കിപ്പോ അവള് പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീയും നിന്റെ അച്ഛനും എന്ത് കരുതിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ വീട്ടിൽ നിന്നെ ഞാൻ ഇനിയും അന്വേഷിക്കും. കാരണം എന്താണെന്നറിയോ? തരം കിട്ടിയാ അവര് നിന്നെ ഇനിയും വീട്ടിലേക്ക് ക്ഷണിക്കും. നീ പോവുകയും ചെയ്യും. അതെനിക്ക്. സുലു ചേച്ചി പറയുന്നത് ഇവിടെ അടുത്ത് റസിയാന്ന് പേരുള്ള ആരും ഇല്ലെന്നാ. ആന്റി അവരൊക്കെ ചേർന്ന് പറ്റിച്ചതാന്നാ. എന്നെ പറ്റിക്കാനോ? അതിനാ വീട്ടിലാരും ജനിച്ചിട്ടില്ല. ഈ ദുർഗയെ പറ്റിക്കാവുന്ന ആരും വിചാരിക്കാൻ വേണ്ട. ഞാനെന്താ മണ്ടിയാണോ? അയ്യോ ആന്റി, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ പറഞ്ഞതല്ല, സുലു ചേച്ചി എന്നോട് സംശയം പറഞ്ഞതാ. ആന്റി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ചെന്നപ്പോ എന്തായിരുന്നു കണ്ടെന്ന്. ഞാൻ ചെല്ലുമ്പോ ആ പെൺകുട്ടിയുടെ കാലില് തുളസി നെയിൽ പോളിഷ് ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആന്റി ആ പെണ്ണിന്റെ മുഖം കണ്ടായിരുന്നോ? പറ ആന്റി. മുഖം കണ്ടോന്ന് ചോദിച്ചാ ആ ദേഷ്യത്തില് ഞാൻ അത്ര കൃത്യമായിട്ടൊന്നും നോക്കിയില്ല.
സുലു ചേച്ചിയുടെ ഡൗട്ട് ഡൗട്ട്? ആ തുളസി ആദ്യേട്ടനെ മുസ്ലിം പെണ്ണായി വേഷം കെട്ടിച്ചതാണെന്ന്. ആന്റിക്ക് അത് മനസ്സിലാവാത്തതാ. സുലു ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചു നോക്കി. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാവല്ലോ. തുളസി എന്തും ചെയ്യാൻ മടിക്കാത്തവളല്ലേ. അവൾ ആന്റിയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കിട്ട് നല്ല പണി കൊടുക്കണം ആന്റി. അങ്ങനെയെങ്ങാനും എന്നെ കൺകെട്ട് വിദ്യ കാണിച്ച് അവള് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. അതിനു മുമ്പ് എനിക്കതിന്റെ സത്യം അറിയണം. അതെങ്ങനെ അറിയാനാ? വഴിയുണ്ട്. എന്താ ആന്റി? ആദ്യേട്ടനോട് ചോദിക്കാനാണോ? ആദ്യേട്ടൻ സത്യം പറയോ ചോദിച്ചാലും? അവൻ സത്യം പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അവന്റെ കാലിലാണ് അവള് നെയിൽ പോളിഷ് ഇട്ടതെങ്കിൽ അതിപ്പോഴും അവന്റെ കാലിൽ കാണുമല്ലോ. ഞാനതൊന്ന് നോക്കട്ടെ. ഓ, സൂപ്പർ ഐഡിയ ആന്റി. ആന്റിക്ക് നല്ല ബുദ്ധിയുണ്ട്. ശരിക്കും ആന്റി ആർക്കും തോപ്പിക്കാനാവില്ല. തോൽപ്പിക്കാമെന്നുള്ള അതിമോഹമായിട്ടാ ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്. അത് ഞാൻ ഇല്ലാതാക്കും. ഇനി വൈകണ്ട, വേഗം കയറിക്കോ. നിന്നെ ഞാൻ ഗ്രൗണ്ടിന് അപ്പുറത്താക്കി തരാം. അത് കേറ്. കേറ്. അല്ല, ആരെങ്കിലും കണ്ടാലോ? എന്റെ മണ്ടൂസേ, ആരുമില്ല. കേറ്. എന്നടി ഇറങ്ങടാ. എന്തുപറ്റി? ഒന്ന് ഇറങ്ങ. എന്താടി? ചെറിയ പ്രശ്നമുണ്ട്. പെട്രോൾ എന്തിനാ വണ്ടി വെച്ചേക്കുന്നേ? വണ്ടി എങ്ങനെ നിന്നാ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ പെട്രോൾ തീർന്നോ? അതല്ല, ഇങ്ങ് വാ. വാ, ഇരിക്കേ. ഷൂസ് അഴിക്കേ. എന്തിനാടി? അഴിക്കടാ വേഗം. എന്തിനാ ഷൂ അഴിക്കുന്നേ? ഇതെന്തിനാ പെട്രോള്? പറയാം. ഇതിപ്പോ എന്തിനാ? നീ കുടുങ്ങാതിരിക്കാനും നമ്മൾ നിന്റെ അമ്മയുടെ വായിലെ ചീത്ത കേൾക്കാതിരിക്കാനുമാ ഈ പെട്രോൾ വാഷ്. അതിന് അമ്മ എന്നെ സംശയിക്കുന്നില്ലല്ലോ. ആഹാ, നിനക്ക് ദുർഗാമ്മയെ പറ്റി എന്തറിയാം? നിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവരെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ദുർഗാമ്മയുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ വീട്ടിലെത്തിയ ദുർഗാമ്മ ആദ്യം നോക്കാൻ പോകുന്നത് നിന്റെ കാലിന്റെ നഖത്തിൽ നെയിൽ പോളിഷ് ഉണ്ടോന്നായിരിക്കും. അത്രയ്ക്ക് കടന്ന് ചിന്തിക്കണോ? എതിർവശത്ത് ദുർഗാമ്മ ആവുമ്പോ ചിന്തിച്ചേ പറ്റൂ. നമ്മള് മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്ന കക്ഷിയാ. ഷാർപ്പ് ബുദ്ധിയാ നിന്റെ അമ്മയുടേത്. ബുദ്ധിയുടെ കാര്യത്തില് നീയൊട്ട് മോശമല്ല. അമ്മയെക്കാളും ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ.